ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബൺ മസ്കിയും അതുപോലെ തന്നെ ഇറാനി ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയും അതുപോലെ തന്നെ ബൺ റെസിപ്പിയാണ് ഇത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മെൽറ്റായിട്ട് വന്നതിന് ശേഷം ബണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതൊട്ടും നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ബണ്ണ് ടോസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ 4 ബണ്ണ് വെച്ചിട്ടാണ് ഈ ഒരു മസ്ക ബണ്ണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ 4 ബണ്ണും ഇതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അത് രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു 3/4 ഭാഗത്തോളം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്രീമൊക്കെ വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു മസ്ക ബണ്ണ് കഴിക്കണതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. ഞാൻ വെറുതെ പറയണമല്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ ബണ്ണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡി ആക്കിയിട്ട് എടുക്കാം. ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ആണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡ് കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. വാനില എസൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ക്രീമിന് ഉണ്ടാവുക. പിന്നെ നമ്മൾ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ബണ്ണിന് വേണ്ടിയിട്ടുള്ള ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോണ്ട് ക്രീമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ക്രീം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തും കൂടുതൽ അല്പം ക്രീമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബൺ മസ്ക ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബൺ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ബണ്ണും ഇതേപോലെ തന്നെ ഞാനൊന്ന് റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചായ റെഡി ആക്കിയിട്ട് എടുക്കാം. ഒരു ബണ്ണിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇറാനി ചായയാണ് കേട്ടോ. അപ്പോൾ ഇറാനി ചായയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ദം ചെയ്തിട്ടൊക്കെയാണ് ആ ഒരു ചായ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചെറിയൊരു കഷ്ണം പട്ടയാണ് കേട്ടോ. പട്ട വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഗ്രാമ്പൊക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സമയത്ത് ചെറിയൊരു ഗ്രാമ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചധികം ചേർക്കണം കേട്ടോ. നല്ല കടുപ്പത്തിലുള്ള ഒരു ചായയാണ് കേട്ടോ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കടുപ്പത്തിലുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പാലൊന്ന് തിളക്കാനൊക്കെ ആയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് ഞാൻ നേരത്തെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളത് കാരണം ഇതിലേക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തിളപ്പിക്കാത്ത പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പാല് നല്ലോണം തിളപ്പിച്ചിട്ട് വെന്തതിന് ശേഷം വേണം കേട്ടോ പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ പഞ്ചസാരയുടെയും മിൽക്ക് മെയ്ഡിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. വെറും ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് മധുരം ഒട്ടും കാണില്ല കേട്ടോ. കുറച്ച് മാത്രമേ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാല് നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു പാലൊന്ന് നല്ലോണം തിളച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാനായിട്ട്. ഇപ്പോൾ പാല് നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേയില വെള്ളം നല്ലോണം ഒന്ന് അരിച്ചതിന് ശേഷം കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ അത് ചൂടോടെ തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇറാനി ചായ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഹോം മെയ്ഡ് ഇറാനി ചായ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബണ്ണുണ്ടല്ലോ അത് ഈ ഒരു ചായയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.